മംഗളൂരുവിൽ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹുസൈന്റെ കൊലപാതകം. പ്രതികളെ പിടികൂടുവാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ഇന്നോവ കാറിലെത്തി കൃത്യം നടത്തിയതിനു ശേഷം വാഹനം ഉപേക്ഷിച്ച സംഘം ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടതായാണ് സംശയിക്കുന്നത്. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സൂചന. കൊല്ലപ്പെട്ട ഹാരിസ് ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. മംഗളൂരുവിൽ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹുസൈന്റെ കൊലപാതകം അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി അന്വേഷണ സംഘം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ്. മലയാളി സംഘം എത്തിയത് വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നു. പിന്നീട് ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ പ്രതികൾ കടന്നുകളഞ്ഞതായാണ് സംശയിക്കുന്നത്. ബംഗളൂരുവിലേക്കാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും സൂചനയുണ്ട്. ഇവരെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൊക്കോട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് കുദ്രോളി സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഹാരിസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഹാരിസ്. തൊക്കോട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാ നേതാവിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മംഗളൂരുവിലെ മത്സ്യവ്യാപാരിയായ ആരിഫ് ഹുസൈൻ സ്ഥിരം കുറ്റവാളിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 1998 2001 ബന്ദറിലെ ബാർക്കയിലും ഏറ്റവും ഒടുവിൽ 2021 പാണ്ഡേശ്വർ പോലീസ് സ്റ്റേഷനിലുമായി കൊലപാതക ശ്രമം ഉൾപ്പെടെ 9 കേസുകളാണ് ഹാരിസിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടർന്നാണ് ഇയാളെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 2022 മെയ് 24 ഉച്ചില മുള്ളുഗുഡയിൽ വെച്ച് ഹാരിസിനെ തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 2025 നവംബറിൽ കാസർഗോഡ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം തൊപ്പി നൌഫലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതകമാണെന്ന് ആദ്യം സംശയിച്ചിരുന്നുവെങ്കിലും മഞ്ചേശ്വരം പോലീസ് പിന്നീട് ഇത് റെയിൽവേ അപകടമായി രജിസ്റ്റർ ചെയ്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ നൌഫലിന്റെ കുടുംബവും സുഹൃത്തുക്കളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതേസമയം നൌഫലിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആരിഫ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കൂടാതെ ഈ കേസിലെ പ്രതികളിൽ ഒരാളുടെ പിതാവുമായി ഹാർബറിൽ വെച്ച് തർക്കവുമുണ്ടായതായും വിവരമുണ്ട്. ഇതാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഉള്ളാൾ, സൂറത്കൽ, വാമഞ്ചൂർ, ബണ്ട്വാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 അംഗ സംഘമാണ് കൊലപാതകം നടത്തിയതെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.